സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ വ്യാപക പ്രതിഷേധം. വി.ഡി. സതീശന്റെ വിശ്വസ്തൻ പാലോട് രവിക്ക് സീറ്റില്ല. ചിറയൻകീഴിൽ രമ്യ ഹരിദാസിനെതിരെ ദളിത് കോൺഗ്രസ് പരസ്യമായി എതിർപ്പുമായി രംഗത്ത് നിൽക്കുകയാണ്. അതേസമയം കാട്ടാക്കടയിൽ UDF നേതൃയോഗം ബഹിഷ്കരിച്ച് കോൺഗ്രസ് നേതാക്കൾ. 10-ലധികം DCC സെക്രട്ടറിമാരുള്ള കാട്ടാക്കടയിൽ 4 പേർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത്. വിവരങ്ങളുമായി നിർപ്പൻ ചേരുന്നു. നിർപ്പൻ, തിരുവനന്തപുരത്ത് ആകെ പ്രഖ്യാപിച്ചത് 3 സീറ്റുകളാണ്, ബാക്കി വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എല്ലായിടത്തും വലിയ അതൃപ്തിയാണോ? എല്ലാ മണ്ഡലങ്ങളിലും പാലോട് രവി സീറ്റ് പ്രതീക്ഷിച്ചതാണ്, പാലോട് രവിക്ക് സീറ്റില്ല. പലയിടങ്ങളിലും താഴെത്തട്ടിൽ പ്രതിഷേധം പല രൂപത്തിൽ ശക്തമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശരത്ത്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ തർക്കങ്ങൾ കണ്ണൂരിൽ മാത്രം ഒതുങ്ങുന്നില്ല. എല്ലാ സ്ഥലത്തും സമാനമായ തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ സീറ്റ് പ്രതീക്ഷിച്ച പല നേതാക്കളും ഇപ്പോൾ കടുത്ത അതിർത്തിയിലാണ്. അവിടെയെല്ലാം അതിർത്ത വിഭാഗം യോഗം ചേരുന്നു. വാമനപുരത്ത് ആണ് നേരത്തെ പാലോട് രവിയെ പരിഗണിച്ചിരുന്നത്. ഒറ്റ പേര് മാത്രമായിരുന്നു പാലോട് രവി അവിടെ ഉണ്ടായിരുന്നത്. അവസാനം പാലോട് രവി അവിടെ നിന്ന് മാറ്റി സുധീർ ഷാ പാലോടാണ് ഇപ്പോൾ പരിഗണനാ പട്ടികയിലുള്ളത്. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം തന്നെ വരുമെന്ന് ഏകദേശം വ്യക്തമായി കഴിഞ്ഞു. അത് ഷാഫി പറമ്പിലിന്റെ നോമിനിയാണ് സുധീർ ഷാ പാലോട്. ഷാഫി പറമ്പിൽ സുധീർ ഷാ പാലോടിന് തന്നെ സീറ്റ് നൽകണമെന്ന് വാദിച്ചു. അങ്ങനെയാണ് വാമനപുരത്തെ തർക്കം. പ്രത്യേകിച്ച് വി.ഡി. സതീശന് തിരുവനന്തപുരത്ത് അവസാനം പറയാൻ ഒരേ ഒരു പേരുകാരനെ ഉണ്ടായിരുന്നു, അത് പാലോട് രവിയാണ്. പാലോട് രവിയും അവസാനം വെട്ടിപ്പോവുകയാണ്. അത് KC വേണുഗോപാലിന്റെയും ഷാഫി പറമ്പിലെ പിന്തുണയോടുകൂടി അവിടെ സുധീർ ഷാ പാലോട് വരുന്നു. കാട്ടാക്കടയിൽ വലിയ പ്രശ്നമുണ്ടാകുന്നു. കാട്ടാക്കടയിൽ MR ബൈജുവാണ് UDF കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനിരിക്കുന്നത്. അവിടെ നിയോജക മണ്ഡലം യോഗം വിളിച്ചു ചേർന്നപ്പോൾ അവിടെ DCC അംഗങ്ങളടക്കമുള്ള ബ്ലോക്ക് പ്രസിഡന്റുമാർ, നിയോജക മണ്ഡലം ഭാരവാഹികളെ പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന അവസ്ഥ. അവിടെയും വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. നോട്ടീസും പോസ്റ്ററും അടക്കം ആ സ്ഥാനാർത്ഥിക്കെതിരെ ഇപ്പോൾ നിലവിൽ ഇറങ്ങിക്കഴിഞ്ഞു. നെടുമങ്ങാട് മണ്ഡലത്തിൽ മീനാങ്കൽ കുമാർ, അതായത് CPIയിൽ നിന്ന് വന്ന നേതാവാണ്. അവിടെ അടൂർ പ്രകാശ് മീനാങ്കൽ കുമാറിനെ സ്ഥാനാർത്ഥിയായി നിർത്തണമെന്ന് വാദിച്ചു. അങ്ങനെ മീനാങ്കൽ കുമാറിനെയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അവിടെ നിയോജക മണ്ഡലം ഭാരവാഹികൾ ഇപ്പോൾ കന്യാകുളങ്ങരയിൽ യോഗം ചേർന്ന് സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ല എന്ന പ്രതിഷേധവും മുന്നോട്ട് പോകുന്നു. രമ്യ ഹരിദാസിനെതിരെ ദളിത് കോൺഗ്രസിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തിരുവനന്തപുരത്ത് അല്പം മുമ്പ് ചേർന്നു. അതിനുശേഷം അവരുടെ സംസ്ഥാന നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദളിത് വിഭാഗം നേതാക്കൾ പ്രചരണത്തിന് ഇറങ്ങില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ദളിത് വിഭാഗങ്ങളെ പൂർണ്ണമായി നേതാക്കളെ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അവഗണിച്ചു. 5 പേരുടെ നിർദ്ദേശമാണ് വിവിധ ജില്ലകളിൽ മുന്നോട്ട് വെച്ചത്. ഒരാൾ പോലും പട്ടികയില്ല. അങ്ങനെ കടുത്ത പ്രതിഷേധം കണ്ണൂരിൽ മാത്രം ഒതുങ്ങുന്നില്ല. കണ്ണൂര്, ഒപ്പം തന്നെ കോഴിക്കോട് നേരത്തെ യോഗം ചേർന്നത് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ കൊച്ചിയിൽ വലിയ തരത്തിലുള്ള വിമതസ്വരം, വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. പത്തനംതിട്ടയിൽ ഉണ്ടാകുന്നു. തിരുവനന്തപുരത്ത് ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. കൊല്ലത്തും വിവിധ ഭാഗങ്ങളിൽ പുനരൂർ സീറ്റിലടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധം തുടരുകയാണ്. ശരത്.